പിന്നിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ, പുക കാണുമ്പോൾ അത് ഭീതിപ്പെടുത്തുന്ന ഒന്നാണ്. നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ഫയർ എഞ്ചിനുകൾ അവിടേക്ക് എത്തുന്നു എന്നതാണ് ബിനിൽ നൽകുന്നവർ. ബിനിൽ ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ അവിടേക്ക് എത്തുന്നു. ബിനിൽ അതിനടുത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ബിനിൽ, പുതിയ വിവരങ്ങൾ ശേഖരിക്കൂ. എറണാകുളം ചാലാക്ക, എറണാകുളം വാഴക്കാലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ആ കറുത്ത പുക ഉയർന്നു കാണുമ്പോൾ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം അത്രയധികം കറുത്ത പുകയാണ്. അതിന്റെ എനിക്ക് തോന്നുന്നു മൊബൈൽ ക്യാമറയിൽ ആരോ പകർത്തിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ നഗരഹൃദയത്തിന് മുകളിൽ മൊത്തം രീതിയിൽ ആ പുക വ്യാപിച്ചിട്ടുണ്ട്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല ഭാഗത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെ അവിടേക്ക് ബിനിൽ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബിനിൽ, അവിടെ ചെല്ലുമ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ, അവിടെ കാണുന്ന ദൃശ്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്കിപ്പോൾ ഉയർന്നു പൊങ്ങുന്ന കറുത്ത പുകകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതായത് വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗോഡൌണിൻ്റെ ചുറ്റുഭാഗത്തും ഷീറ്റുകളാണ് വച്ച് മറച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ രീതിയിലുള്ള തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഭാഗത്തെല്ലാം തന്നെ പാട്ടകളൊക്കെയാണെന്ന് തോന്നുന്നു. ഈ തീ പിടിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഫയർ ഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കുക എന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ഫയർ എഞ്ചിനുകളാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതായത് കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിക്കുന്നുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് വെള്ളം അടിച്ച് ഈ തീ കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും പൂർണ്ണമായും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇത് ഈ കെട്ടിടത്തിന്റെ പിൻഭാഗമാണ്. അവിടെ ഒഴിഞ്ഞ സ്ഥലമാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊക്കെ വലിയ കെട്ടിടങ്ങളും മറ്റും കാണാം. അപകടകരമായി ആ ഭാഗത്തേക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ടോ? മറുഭാഗത്തേക്ക് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഭാഗം ഒഴിഞ്ഞതാണ്. പക്ഷേ മറുഭാഗത്ത് നിരവധി വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ആ വശത്തേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിച്ചുവെങ്കിലും അവർക്ക് ഈ വെള്ളം അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇത് എന്താണ്? ഇത് ആക്രി ഗോഡൗണാണ്. വലിയ ഒച്ച കേൾക്കുന്നത് എന്താണ്? അത് പെയിന്റ് പാട്ട ഫ്രിഡ്ജൊക്കെയാണോ? ഫ്രിഡ്ജിന്റെ പെയിന്റ് പാട്ടൊക്കെയാണ്. ഇത് എത്ര കാലമായിട്ടുള്ള ഗോഡൗണാണ്? അറിയില്ല. ഇത് 1 മണിക്കൂറായി സംഭവം. ഞങ്ങളിവിടെ പണിതപ്പോഴൊന്നും അറിയില്ല. ഗോഡൗണാണെന്നറിയില്ല. കാട് പിടിച്ച് കിടക്കാൻ പെട്ടെന്ന് തീ പിടിക്കുക. അതായത് ഇതൊരു ഫ്രിഡ്ജ്, അതായത് തൊട്ടടുത്തുള്ള ആൾക്കാരൊന്നും തന്നെ ഇത് പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. ഇതൊരു കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ആ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമവും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. കാരണം ഇങ്ങോട്ടേക്ക് ഫയർ യൂണിറ്റുകൾ എത്തിച്ച് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഏതാണ്ട് ഒരു 300 മീറ്റർ അകലെയാണ് ആ ഫയർ എഞ്ചിൻ എത്തിയിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഫയർ എഞ്ചിനുകളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ ഗോഡൗണിൻ്റെ തൊട്ടപ്പുറത്ത് ഭാഗത്ത് നിരവധി വീടുകളുണ്ട്, തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഫയർ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2 ഫയർ യൂണിറ്റുകൾ എത്തിച്ചുവെങ്കിലും ആ ഫയർ യൂണിറ്റുകളിൽ നിന്ന് വെള്ളം തളിച്ച് ഈ തീ കെടുത്താനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ നിന്ന് ഇപ്പോൾ വലിയ രീതിയിൽ ശബ്ദങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് പെയിന്റ് പാട്ട, ഫ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടു കൂടിയുള്ള പൊട്ടിത്തെറിയൊക്കെ ഇതിനകത്ത് നിന്ന് കേൾക്കാനും കഴിയുന്നത്. കറുത്ത ഇരുണ്ട പുകയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് മുഴുവനുള്ളത്. അതായത് നഗര ഹൃദയത്തിൽ തന്നെയാണ്. തൃക്കാക്കര നഗരസഭയുടെ ഭാഗമാണ് വാഴക്കാല ചെമ്പുമുക്ക് ഭാഗം. പക്ഷേ ഇത്തരത്തിലൊരു ഗോഡൗൺ ഉണ്ട് എങ്കിൽ പോലും ഈ ഗോഡൗണിൻ്റെ ഭാഗത്തേക്ക് ഫയർ യൂണിറ്റുകൾക്ക് എത്താൻ കഴിയുന്നില്ല. വലിയ സുരക്ഷാ പ്രശ്നം തന്നെയാണത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ എത്തുന്നതിന് മുൻപ് ഒരു ഫയർ യൂണിറ്റ് എത്തിയിരുന്നു. അതിനുശേഷം മറ്റൊരു ഫയർ യൂണിറ്റ് കൂടി വന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തി വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഈ പരിസരത്തേക്ക് തന്നെ ഒരു ഫയർ എഞ്ചിനും
എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഗോഡൗൺ പ്രവർത്തിച്ചിരുന്നു എന്നത് വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ ഏതാണ്ട് 300 മീറ്റർ ദൂരെ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പൈപ്പ് വലിച്ച് എത്തിച്ചിരിക്കുകയാണ്. അതായത് വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രതീഷ്.